നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാതൃഭൂമി ഇയർ ബുക്കിൽ തന്നിട്ടുള്ള 2024 ഇയർ ബുക്കിൽ തന്നിട്ടുള്ള കംപ്ലീറ്റ് എക്സാം ഫോക്കസ് എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് വൈസ് ആയിട്ട് ബയോളജി, കെമിസ്ട്രി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. 2024 ആയതുകൊണ്ട് തന്നെ തൊട്ട് മുന്നത്തെ വർഷത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പരീക്ഷകളിൽ നമ്മുടെ PSC പരീക്ഷകളിൽ തൊട്ട് മുന്നത്തെ കൊല്ലത്തെക്കാട്ടിലധികം അതിൻ്റെയും മുന്നത്തെ കൊല്ലത്തേക്ക് ചോദ്യങ്ങൾ ഒരുപാട് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ 2025 ഇപ്പോൾ പരീക്ഷ നടക്കുമ്പോൾ 2023 22 ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2-3 കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ഭാഗം ലൈഫ് സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റത്തെ ചോദ്യം: 2018 ഒക്ടോബറിൽ നാടിന് സമർപ്പിക്കപ്പെട്ടതും രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്നതുമായ കർമ്മ പദ്ധതി ഏത്? 2018 ഒക്ടോബറിൽ നാടിന് സമർപ്പിക്കപ്പെട്ടതും രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്നതുമായ കർമ്മ പദ്ധതി KARSAP ആണ്. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കാർസാപ്പ്, കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ദെൻ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾക്ക് ഉദാഹരണങ്ങളേവ? ന്യൂട്രോഫില്ലും മോണോസൈറ്റും. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾക്ക് ഉദാഹരണങ്ങളേവ? ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്. ദെൻ, APTT ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ഉദ്ദേശ്യമെന്ത്? രക്തം കട്ട പിടിക്കാത്തതിൻ്റെ കാരണം കണ്ടെത്താനാണ്. APTT ടെസ്റ്റ് നടത്തുന്നത്. ദെൻ, ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഉപകരണ സംവിധാനം MRI സ്കാനിംഗ് ആണ്. MRI സ്കാനിംഗ് വഴിയാണ് ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഉപകരണ സംവിധാനം. ദെൻ, എന്തിന് ഉദാഹരണമാണ് CRISPR? CRISPR എന്നത് CRISPR, CRISPR Cas9 എന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? ജനിതക കത്രികയ്ക്ക് ഉദാഹരണമാണ്, ജനറ്റിക് സീസർ. ദെൻ, ആന്തരിക സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുള്ള മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുള്ള മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ദെൻ, മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് മദ്യം ത്വരിതപ്പെടുത്തുന്നത്? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, GABA. ദെൻ, മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് മദ്യം ത്വരിതപ്പെടുത്തുന്നത്? ഗാബയുടെയാണ്, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ദെൻ, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്ന രോഗാവസ്ഥ ഏത്? പാർക്കിൻസൺ രോഗാവസ്ഥയാണ്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്ന രോഗാവസ്ഥ പാർക്കിൻസൺസ് രോഗാവസ്ഥ. ദെൻ, ഏതൊക്കെ നിറങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് വർണ്ണാന്ധത? ചുവപ്പും പച്ചയുമാണ്. ഏതൊക്കെ നിറങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് വർണ്ണാന്ധത? ചുവപ്പും പച്ചയും. ദെൻ, സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. ദെൻ, ആറാമതായി കണ്ടെത്തിയിട്ടുള്ള കൊഴുപ്പിൻ്റെ രുചി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒലിയോഗസ്റ്റസ്. ദെൻ, ജേക്കബ്സൺസ് ഓർഗൻ ഉപയോഗിച്ച് ഗന്ധം പിടിച്ചെടുക്കുന്ന ജീവികൾ പാമ്പുകളാണ്. പാമ്പുകൾ ഗന്ധം അറിയാൻ ഉപയോഗിക്കുന്ന അവയവം ജേക്കബ്സൺസ് ഓർഗൻ. ദെൻ, അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഏത്? ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഏത്? ഗ്ലൂക്കഗോൺ. ദെൻ, ശ്വേതരക്താണുക്കളായ ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ടൈപ്പ് 1 പ്രമേഹം. ശ്വേതരക്താണുക്കളായ ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഏത്? ടൈപ്പ് 1 പ്രമേഹമാണ്. ദെൻ, ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ചിഹ്നമാണ് നീലവളയത്തെ ലോകാരോഗ്യ സംഘടന ചിത്രീകരിക്കുന്നത്? പ്രമേഹമാണ്. ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ചിഹ്നമായാണ് നീലവളയത്തെ ലോകാരോഗ്യ സംഘടന ചിത്രീകരിക്കുന്നത്? പ്രമേഹത്തിനെതിരെയുള്ള ചിഹ്നമാണ്. ദെൻ, ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ
ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏത്? തൈറോക്സിനാണ്. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. ദെൻ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത്? തൈറോക്സിനാണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. ദെൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? 9 മുതൽ 11 വരെയാണ്. 11 വരെ മില്ലിഗ്രാം പെർ മില്ലിയാണ് കാൽസ്യത്തിൻ്റെ സാധാരണ അളവ്. ദെൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏത്? പാരാതെറോമോൺ ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ പാരാതെറോമോൺ. ദെൻ ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥി ഏത്? തൈമസ് ഗ്രന്ഥിയാണ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥയെ നിലനിർത്തുകയും രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുകയും രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ. ദെൻ ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളിൽ വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ ഓക്സിനാണ്. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളിൽ വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ ഓക്സിൻ. പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ ഏത്? അബ്സസിക് ആസിഡ് ആണ്. പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ അബ്സസിക് ആസിഡ്. ദെൻ മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗം ഡിഫ്തീരിയയാണ്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗം ഡിഫ്തീരിയ. ദെൻ ശരീരത്തിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്ന രോഗാവസ്ഥ എയ്ഡ്സ് ആണ്. ശരീരത്തിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്ന രോഗാവസ്ഥ എയ്ഡ്സ്. ദെൻ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനാവുന്ന ഏക വർണ്ണകം ഏത്? ഹരിതകം എ ആണ്. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനാവുന്ന ഏക വർണ്ണകം ഏത്? ഹരിതകം എ. ദെൻ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നതിനായി സഹായക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാം? ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവയാണ്. പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നതിനാൽ സഹായക വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാമാണ്? ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവയാണ്. ദെൻ അന്തരീക്ഷ വായുവിലെ 70 മുതൽ 80% വരെ ഓക്സിജനെ പ്രദാനം ചെയ്യുന്നത് എന്താണ്? സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ്. അന്തരീക്ഷ വായുവിലെ 70 മുതൽ 80% വരെ ഓക്സിജനെ പ്രദാനം ചെയ്യുന്നത് എന്ത്? സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളും. ദെൻ തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഏതിനം ചലനമാണ്? നാസ്തിക ചലനം. ദെൻ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്ന രാസാഗ്നി ഏത്? സലൈവറി അമലൈസ്. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്ന രാസാഗ്നി ഏത്? സലൈവറി അമൈലേസ്. ദെൻ ആമാശയരസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്ന ആമാശയ ഭിത്തിയിലെ കോശങ്ങളേവ? ഓക്സിൻറ്റിക് കോശങ്ങൾ. ദെൻ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ വില്ലസുകളാണ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ വില്ലസുകൾ. ദെൻ വിറ്റാമിൻ കെ ഉൽപ്പാദിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് എവിടെ? വൻകുടലിലാണ്. ദെൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നതിനാൽ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡാണ്. ദെൻ ശരീരത്തിലെ ആയുധപുര, പട്ടാള ക്യാമ്പ് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം ഏത്? സ്പ്ലീൻ അഥവാ പ്ലീഹയാണ്. ശരീരത്തിലെ ആയുധപുര, പട്ടാള ക്യാമ്പ് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം സ്പ്ലീൻ അഥവാ പ്ലീഹ. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ അതീറോസ്ക്ലീറോസിസ് ആണ്. ദെൻ കോശശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നങ്ങളേവ? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. കോശശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ ഏവ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും. ദെൻ
ശ്വാസകോശത്തിലെ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടാനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിൻ്റെ വീക്കം ഉണ്ടാകുകയും ചെയ്യുന്ന രോഗം ബ്രോങ്കൈറ്റിസ്. ശ്വാസകോശത്തിലെ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടാനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാവുകയും ചെയ്യുന്ന രോഗം ബ്രോങ്കൈറ്റിസ്. ശരീരത്തിലെ ജലസന്തുലനം, ലവണസന്തുലനം, pH ക്രമീകരണം എന്നിവ നിർവഹിക്കുന്ന അവയവം ഏത്? വൃക്കയാണ്. ശരീരത്തിലെ ജലസന്തുലനം, ലവണസന്തുലനം, pH ക്രമീകരണം എന്നിവ നിർവഹിക്കുന്ന അവയവം വൃക്ക. അണുബാധ, വിഷബാധ എന്നിവ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം ഏത്? നെഫ്രൈറ്റിസ് ആണ്. അണുബാധ, വിഷബാധ എന്നിവ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ്. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ പ്ലേശീക്ലമമാണ് അഥവാ മസിൽ ഫാറ്റിക്. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഏത്? പേശീക്ലമം അഥവാ മസിൽ ഫാറ്റിക്. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ അവായു ശ്വസനത്തിലൂടെ പേശികളിൽ അടിഞ്ഞുകൂടുന്നത് എന്ത്? ലാക്റ്റിക് ആസിഡാണ്. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ അവായു ശ്വസനത്തിലൂടെ പേശികളിൽ അടിഞ്ഞുകൂടുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡ്. അക്ഷാസ്ഥികൂടത്തെ അസ്ഥികൂടങ്ങളുടെ എണ്ണം എത്ര? അക്ഷാസ്ഥികൂടത്തിലെ 80 ആണ്. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 126. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ മൂലം അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ ഓസ്റ്റിയോപോറോസിസ്. അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ ഓസ്റ്റിയോപോറോസിസ്. പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? വായയെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോണ്ടൈറ്റിസ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് M.J. സ്ലീഡൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് M.J. സ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 1839 ആരാണ്? തിയോഡോർ ഷ്വാൻ ആണ്. തിയോഡോർ ഷ്വാൻ. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിച്ച് അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. കൃത്യമായി പഠിച്ച് അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുന്ന രീതി പ്രിസിഷൻ ഫാമിംഗ്. ഇത്ര നേരം നമ്മൾ നോക്കിയത് ലൈഫ് സയൻസ്, ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഫിസിക്കൽ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഫിസിക്സും കെമിസ്ട്രിയും തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ സിങ്കും കാഡ്മിയവും മെർക്കുറിയുമാണ്. കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. പഞ്ചസാര ചൂടാക്കുക, മാഗ്നീഷ്യം റിബൺ കത്തിക്കുക, പേപ്പർ കത്തിക്കുക എന്നിവ ഏതിനം മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്? രാസമാറ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവ. പച്ചക്കറി മുറിക്കുക, അരക്ക് ചൂടാക്കുക എന്നിവ ഏതിനം മാറ്റങ്ങളാണ്? ഭൗതിക മാറ്റമാണ്. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ദോലനം അഥവാ ഓസിലേഷൻ. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ദോലനം അഥവാ ഓസിലേഷൻ. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം എന്നിവ ഏതിനം ചലനമാണ്? ദോലനമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം എന്നിവ ഏതിനം ചലനമാണ്? ദോലനം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം നമ്മൾ വായിച്ചു. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിനുള്ള സമ്പർക്ക പ്രക്രിയയിലെ ഉൽപ്രേരകം ഏത്? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിനുള്ള സമ്പർക്ക പ്രക്രിയയിലെ ഉൽപ്രേരകം വനഡിയം പെൻറ്റോക്സൈഡ് ആണ്. വനഡിയം പെൻറ്റോക്സൈഡ്. ഖരാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം ഏത്? ബ്രാസ് അഥവാ പിച്ചളയാണ്. ഖരാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം ബ്രാസ് അഥവാ പിച്ചള. വാതകാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം വായു തന്നെയാണ്. പതനകോൺ, പ്രതിപതനകോൺ എന്നിവ എപ്പോഴും എങ്ങനെയായിരിക്കും? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പാർശ്വിക വിപര്യനം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ.
വസ്തുവിന് സമാനമായ പ്രതിബിംബവും ആവർത്തന പ്രതിപതനവും ഉണ്ടാകുന്ന ദർപ്പണം. വസ്തുവിന് സമാനമായ പ്രതിബിംബവും ആവർത്തന പതനവും ഉണ്ടാകുന്ന ദർപ്പണം സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം. പ്രകാശത്തെ സമാന്തരമായി പ്രതിപതിപ്പിക്കുകയും വലിയ പ്രതിബിംബം ഉണ്ടാക്കുകയും ചെയ്യുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണം. ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്ടർ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ലഭ്യമാക്കുകയും ചെയ്യുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണമായ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്നും താപം താഴെ എത്തുന്നത്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്, തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് എന്നിവയെല്ലാം ഏതു തരത്തിലുള്ള താപ പ്രസരണത്തിൻ്റെ ഉദാഹരണങ്ങളാണ്, വികിരണത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ആസിഡുകൾ കാർബണേറ്റുകളായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ആണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സൈഫൺ, സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ എന്നിവയാണ്. സൈഫൺ, സിറിഞ്ച്, സ്ട്രോ, ഡോപ്പർ എന്നിവയൊക്കെ അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാ വയലറ്റ് രശ്മിയാണ്. പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത്? ഫെർമയോണിക് കണ്ടൻസേറ്റ് ആണ്. പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്പതനം അഥവാ സബ്ലിമേഷൻ ആണ്. ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് അറിയപ്പെടുന്നു. ഉത്പതനം കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? അയഡിനും നാഫ്തലിനുമാണ്. നാഫ്തലിൻ പാറ്റഗുളികയാണ്. അമോണിയം ക്ലോറൈഡ്, കർപ്പൂരം തുടങ്ങിയവയൊക്കെ ഉത്പതനം കാണിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാനുള്ള മാർഗം? കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിലേറ്റഡ് വാട്ടർ നിർമ്മിക്കാനുള്ള മാർഗം സ്വേദനമാണ്. സ്വേദനം. മിശ്രിതത്തിലെ ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ അവ വേർതിരിക്കാനുള്ള മാർഗം അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. മിശ്രിതത്തിലെ ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണെങ്കിൽ അവ തമ്മിൽ വേർതിരിക്കാനുള്ള മാർഗമാണ് അംശിക സ്വേദനം. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം. മൂലകങ്ങളെ സൂചിപ്പിക്കാനുള്ള ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബേഴ്സീലിയസ് ആണ്. ബേഴ്സീലിയസ്. സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ബേഴ്സീലിയസ്. സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ബേഴ്സീലിയസ്. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഹീലിയം, നിയോൺ, ആർഗൺ. ഹീലിയം, നിയോൺ, ആർഗൺ. ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ തുടങ്ങിയവയാണ്. ബഹു ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഫോസ്ഫറസ്, സൾഫർ തുടങ്ങിയവ. ഉരക്കല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ലോഹമേത്? സീറിയമാണ്. ഉരക്കല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ലോഹമാണ് സീറിയം. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഹൈഡ്രജനാണ്. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഹൈഡ്രജൻ.
പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഓക്സിജൻ. റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളേവ ഡ്രൈ സെല്ലുകളാണ്. റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളേവ ഡ്രൈ സെല്ലുകൾ. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിലെ സെല്ലേത്? മെർക്കുറി സെല്ലാണ്. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിലെ സെല്ലുകൾ. റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ല് നിക്കൽ കാഡ്മിയം സെൽ. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിലെ സെല്ലേത്? ലിഥിയം അയോൺ സെല്ലാണ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിലെ സെല്ല് ലിഥിയം അയോൺ സെൽ. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവ് പാർട്സ് പെർ മില്യൺ ആണ്. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് 4 ppm ആണ്, അഥവാ 4 പാർട്സ് പെർ മില്യൺ ആണ്. കൃത്രിമ പാനീയങ്ങൾക്ക് മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്ന രാസവസ്തു ഏത്? ടാർട്രസിൻ ആണ്. കൃത്രിമ പാനീയങ്ങൾക്ക് മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാനായി ചേർക്കുന്ന രാസവസ്തു ഏത്? എറിത്രോസിൻ ആണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാനായി ചേർക്കുന്ന രാസവസ്തു എറിത്രോസിൻ. കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാനായി ചേർക്കുന്ന രാസവസ്തു ഏത്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കൂട്ടാനായി ചേർക്കുന്ന രാസവസ്തു ഫോസ്ഫോറിക് ആസിഡ്. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത കൈവരുന്ന താപനില ഏത്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത കൈവരുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതും ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിന് കാരണവും എന്താണ്? പ്രതലബലമാണ്. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആകൃതി ഗോളാകൃതി. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആകൃതി ഗോളാകൃതി. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? പോളിത്തീൻ. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? പോളിത്തീൻ. ഇലക്ട്രിക്കൽ വയറിംഗ്, പ്ലംബിംഗ് എന്നിവയ്ക്കുള്ള പ്ലാസ്റ്റിക് PVC ആണ്. ഇലക്ട്രിക്കൽ വയറിംഗ്, പ്ലംബിംഗ് എന്നിവയ്ക്കുള്ള പ്ലാസ്റ്റിക് PVC. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? മെലാമിൻ ഫോർമാൽഡിഹൈഡ് ആണ്. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? മെലാമിൻ ഫോർമാൽഡിഹൈഡ്. അത്രയാണ് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. നമുക്ക് സമകാലികം അഥവാ കറണ്ട് അഫെയറിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 2024 ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ 2023 കറണ്ട് അഫെയർസ് ആണ്. അതുകൊണ്ട് ഇത് പഠിക്കാതിരിക്കരുത്. കാരണം നമ്മുടെ പരീക്ഷകൾക്ക് 2-3 കൊല്ലത്തെ കറണ്ട് അഫെയർസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. 2023 സെപ്റ്റംബർ 9-10 തീയതികളിൽ ഡൽഹിയിൽ നടന്ന 18ാമത് G20 ഉച്ചകോടിയുടെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേരെന്ത്? ഭാരത് മണ്ഡപം എന്നാണ്. 2023 സെപ്റ്റംബർ 9-10 തീയതികളിൽ ഡൽഹിയിൽ നടന്ന 18ാമത് G20 ഉച്ചകോടിയുടെ പ്രധാന വേദിക്ക് നൽകിയ പേര്. G20 കൂട്ടായ്മയിൽ പുതിയ അംഗമായി ചേർന്ന രാജ്യാന്തര കൂട്ടായ്മ ഏത്? G20 ഉച്ചകോടിയിൽ പുതിയ അംഗമായി ചേർന്ന രാജ്യാന്തര കൂട്ടായ്മ ആഫ്രിക്കൻ യൂണിയൻ. 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ ദക്ഷിണാഫ്രിക്കൻ നഗരം ജോഹന്നാസ്ബർഗ് ആണ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ ദക്ഷിണാഫ്രിക്കൻ നഗരം ജോഹന്നാസ്ബർഗ്. 2023 ജൂൺ 18 കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഖലിസ്ഥാൻ വിഘടനവാദ സംഘടനയുടെ ഏത് നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായത്? ഹർദീപ് സിംഗ് നിജർ. ഭൂമിയിൽ നിന്ന് 8 കോടി കിലോമീറ്റർ അകലെയുള്ള ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും പൊടിയും ശേഖരിച്ച് തിരികെ എത്തിയ നാസയുടെ ദൗത്യം ഒസിരീസ് റെക്സ് ദൗത്യമാണ്. ഭൂമിയിൽ നിന്ന് 8 കോടി കിലോമീറ്റർ അകലെയുള്ള ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും
കല്ലും മണ്ണും പൊടിയും ശേഖരിച്ച് തിരികെ എത്തിയ നാസയുടെ ദൗത്യം ഒസിരീസ് റെക്സ് ദൗത്യമാണ്. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3 ദൗത്യം ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചത് എന്ന് ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3 ദൗത്യം ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചത് എന്നാണ് 2023 ജൂലൈ 14 2023 ജൂലൈ 14. ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. സമിതിയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമിതി. 2023 സെപ്റ്റംബർ 2 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമേത്? ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിൽ അറിയപ്പെടും? സംവിധാൻ സദൻ എന്നറിയപ്പെടും. സംവിധാൻ സദൻ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയമാണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബില്ലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ ബില്ല്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് എത്ര ശതമാനം സീറ്റുകൾ നീക്കിവെക്കാനാണ് നാരി ശക്തി വന്ദൻ അധിനിയം ലക്ഷ്യമിടുന്നത്? 33% സീറ്റുകളാണ്. 33% സീറ്റുകൾ മാറ്റിവെക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി 2023 സെപ്റ്റംബർ 5 വീണ്ടെടുത്ത ജില്ല ഇടുക്കി. അതുവരെ പാലക്കാടായിരുന്നു. അതിന് മുന്നേ ഇടുക്കിയായിരുന്നു, പിന്നെ പാലക്കാടായി. പിന്നീട് ഇപ്പോൾ 2023 സെപ്റ്റംബർ 5 മുതൽ ഇടുക്കി വീണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി കൈവരിച്ചു. 2023 ജനുവരിയിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ താൽക്കാലിക അംഗങ്ങളായി ചുമതലയേറ്റ രാജ്യങ്ങളേവ? ജപ്പാൻ, ഇക്വഡോർ, മാൾട്ട, മൊസാംബിക്, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയവയാണ്. 2023 ജനുവരിയിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ താൽക്കാലിക അംഗങ്ങളായി ചുമതലയേറ്റ രാജ്യങ്ങൾ ജപ്പാൻ, ഇക്വഡോർ, മാൾട്ട, മൊസാംബിക്, സ്വിറ്റ്സർലാൻഡ് എന്നിവയാണ്. അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ പൗരന്മാരെ അനുവദിക്കുന്ന വെൽക്കം കോർപ്പസ് സ്കീം ആരംഭിച്ച രാജ്യം? അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ പൗരന്മാരെ അനുവദിക്കുന്ന വെൽക്കം കോർപ്പസ് സ്കീം ആരംഭിച്ച രാജ്യം USA ആണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 2023 ജനുവരിയിൽ അവതരിപ്പിച്ച വൈറ്റ് കാർഡിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഫെയർ പ്ലേ അംഗീകരിക്കലാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 2023 ജനുവരിയിൽ അവതരിപ്പിച്ച വൈറ്റ് കാർഡിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഫെയർ പ്ലേ അംഗീകരിക്കൽ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ടാഗ് നൽകിയ യുക്രൈൻ പ്രദേശം ഒഡേസയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ടാഗ് നൽകിയ യുക്രൈൻ പ്രദേശമാണ് ഒഡേസ. 92 ഉപഗ്രഹങ്ങളുമായി സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമായി മാറിയത് വ്യാഴമാണ്. 92 ഉപഗ്രഹങ്ങളുമായി സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഗ്രഹങ്ങളുള്ള പട്ടികയിൽ ഗ്രഹമായി മാറിയത് വ്യാഴം. 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേല ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഏത് രാജ്യത്താണ്? 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേല ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഏത് രാജ്യത്താണ്? ന്യൂസിലാൻഡ്. മണം പിടിക്കാൻ കഴിവുള്ള റോബോട്ടുകളെ പുറത്തിറക്കിയ രാജ്യം ഇസ്രയേൽ. മാരക വൈറസ് രോഗമായ മാർബർഗ് ഡിസീസ് പൊട്ടിപ്പുറപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഇക്വറ്റോറിയൽ ഗിനിയാണ്. ജാതി വിവേചനം നിരോധിച്ച ആദ്യത്തെ അമേരിക്കൻ നഗരം സിയാറ്റിൽ. 2023 പുറത്തിറക്കിയ മൂന്നാമത് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് റിപ്പോർട്ട് പ്രകാരം മാനസികാരോഗ്യത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏത്? ടാൻസാനിയയാണ്. 2023 മാർച്ചിൽ UN വാട്ടർ കോൺഫറൻസ് നടന്നത് എവിടെ? ന്യൂയോർക്കിലാണ്. 2023 മാർച്ചിൽ UN വാട്ടർ കോൺഫറൻസ് നടന്നത് എവിടെയാണ്? ന്യൂയോർക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം സഹജീവനം സംബന്ധിച്ച അന്തർദേശീയ കോൺഫറൻസ് നടന്നത് എവിടെ? ഓക്സ്ഫഡ്, ബ്രിട്ടനിലെ ഓക്സ്ഫഡിലാണ്. 2023 മാർച്ചിൽ മലേറിയ വിമുക്ത രാജ്യങ്ങളായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച മധ്യ ഏഷ്യൻ രാജ്യങ്ങളേവ? അസർബൈജാനും താജിക്കിസ്ഥാനുമാണ്. 2023 മാർച്ചിൽ മലേറിയ വിമുക്ത രാജ്യങ്ങളായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് അസർബൈജാനെയും തജിക്കിസ്ഥാനെയുമാണ്. ചന്ദ്രനെ വലം വയ്ക്കാൻ പോകുന്ന ആദ്യത്തെ വനിതയായി നാസ പ്രഖ്യാപിച്ചത് ക്രിസ്റ്റീന കോക്കിനെയാണ്. 2023
ഏപ്രിൽ 4-ന് നാറ്റോയിൽ അംഗമായ യൂറോപ്യൻ രാജ്യം 2023 ഏപ്രിൽ 4-ന് നാറ്റോയിൽ അംഗമായ യൂറോപ്യൻ രാജ്യം ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് എവിടെ? തിരുവനന്തപുരത്താണ്. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് എവിടെ? തിരുവനന്തപുരം. ഇന്ത്യയുടെ 2ാം തലമുറയിൽപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേതായ ഏതാണ് 2023 മെയ് 29-ന് വിക്ഷേപിച്ചത്? NVS-1 ആണ്. NVS-1. ഇന്ത്യയുടെ 2ാം തലമുറയിൽപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേതായ ഏതാണ് 2023 മെയ് 29-ന് വിക്ഷേപിച്ചത്? NVS-1. NVS-2 ഈ ഇടയ്ക്ക് വിക്ഷേപിക്കുകയുണ്ടായി. ഏത് വാഹനമാണ് വിക്ഷേപിച്ചത് എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. ദെൻ കേന്ദ്ര സർക്കാർ 2023 മാർച്ചിൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡിലെ ക്ഷേത്രം തുംഗനാഥ് ക്ഷേത്രമാണ്. കേന്ദ്ര സർക്കാർ 2023 മാർച്ചിൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡിലെ ക്ഷേത്രം തുംഗനാഥ് ക്ഷേത്രം. തുംഗനാഥ് ക്ഷേത്രം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആര്? ബിമൽ പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേൽ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജീവിച്ച തീൻമൂർത്തി ഭവനിലെ നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. 2021 ഗാന്ധി പീസ് പ്രൈസിന് അർഹമായ ഖോരഗ്പൂരിലെ പ്രസാധക സ്ഥാപനം ഏത്? ഗീതാ പ്രസ്സാണ്. 2021 ഗാന്ധി പീസ് പ്രൈസിന് അർഹമായ ഗോരഖ്പൂരിലെ പ്രസാധക സ്ഥാപനം ഗീതാ പ്രസ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ എയർഫോഴ്സ് ഹെറിറ്റേജ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് ചണ്ഡീഗഡിലാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ എയർഫോഴ്സ് ഹെറിറ്റേജ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ആസാദി എന്ന ലേഖന സമാഹാരത്തിന് 45ാമത് യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയിയാണ്. ആസാദി എന്ന ലേഖന സമാഹാരത്തിന് 45ാമത് യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എംപിമാരിൽ നിന്നും രാജ്യസഭയുടെ ഉപാധ്യക്ഷയാകുന്ന ആദ്യത്തെ അംഗമാര്? PT ഉഷയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എംപിമാരിൽ നിന്നും രാജ്യസഭയുടെ ഉപാധ്യക്ഷയാകുന്ന ആദ്യ അംഗം. ദെൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കീഴിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തുമകുരുവിലാണ്. തുമകുരു, കർണാടകത്തിലാണ് തുമകുരു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറിയാണ്. ദെൻ 2023 ഏപ്രിലിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി അംഗീകാരം നൽകിയ രാഷ്ട്രീയ കക്ഷി ആം ആദ്മി പാർട്ടിയാണ്. 2023 ഏപ്രിലിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി അംഗീകാരം നൽകിയ രാഷ്ട്രീയ കക്ഷിയാണ് ആം ആദ്മി പാർട്ടി. ദെൻ സാഹസിക സമുദ്ര സഞ്ചാരമായ ഗോൾഡൻ ഗ്ലോബ് റേസിൽ 2ാമതെത്തിയ ഇന്ത്യക്കാരൻ കമാൻഡർ അഭിലാഷ് ടോമി യാത്ര ചെയ്ത പായവഞ്ചിയേത്? SV ബയാനത്ത്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേര് അമൃത് ഉദ്യാൻ. ദെൻ 2023 ജനുവരി 29-ന് പോലീസുകാരന്റെ വെടിയേറ്റു മരിച്ച നബ കിഷോർ ദാസ് ഏത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു? ഒഡീഷയിലെ ആരോഗ്യമന്ത്രിയായിരുന്നു. 2023 ജനുവരി 29-ന് പോലീസുകാരന്റെ വെടിയേറ്റു മരിച്ച നബ കിഷോർ ദാസ്. ദെൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള ശ്രീ സിദ്ധരുദ സ്വാമി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടകത്തിലെ ഹൂബള്ളി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള ശ്രീ സിദ്ധരുദ സ്വാമി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടകത്തിലെ ഹൂബള്ളി. ദെൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്? സൽഹൗ തുനാവോ ക്രൂസെ. നാഗാലാൻഡിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് സൽഹൗ തുനാവോ ക്രൂസെ. ദെൻ 2023 മാർച്ചിൽ പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ മലയാളി ആര്? ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനാണ്. 2023 മാർച്ചിൽ പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ മലയാളിയാണ് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ. ദെൻ 2023 ഓഗസ്റ്റിൽ അന്തരിച്ച തെലുങ്ക് വിപ്ലവ ഗായകൻ ഹുമന്തി വിത്തർ റാവു ഏത് പേരിലാണ് പ്രശസ്തനായത്? ഗദ്ദർ എന്ന പേരിലാണ്. ദെൻ 2023 ജൂൺ 2-ന് ഒഡീഷയിൽ ഉണ്ടായ ട്രെയിൻ അപകടത്തിൽ ഉൾപ്പെട്ട ട്രെയിനുകൾ ഏതെല്ലാം? കോറമണ്ഡൽ എക്സ്പ്രസും യശ്വന്ത്പുര ഹൗറ എക്സ്പ്രസുമാണ്.
2023 ജൂൺ 2 ഒഡീഷയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ ഉൾപ്പെട്ട ട്രെയിനുകൾ കോറമണ്ഡൽ എക്സ്പ്രസും യശ്വന്ത്പുര ഹൗറ എക്സ്പ്രസും. 2023 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ തീം എന്തായിരുന്നു? ജൻ ഭാഗീദാരി എന്നായിരുന്നു 2023 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ തീം. 2022-23 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ കർണാടകമാണ്. 2022-23 സന്തോഷ് ട്രോഫി മത്സരങ്ങളുടെ നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾ നടന്നത് ഏത് രാജ്യത്താണ്? സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടാണ് നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾ നടന്നത്. 2023 ഭൂകമ്പം ബാധിച്ച തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം. 2023 ഭൂകമ്പം ബാധിച്ച തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ ദോസ്തിയാണ്. 3D പ്രിന്റിംഗ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റായി അറിയപ്പെടുന്നത് ഏത്? ടെറാൻ 1 ആണ്. ടെറാൻ 1. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ കാവേരി. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ തുടങ്ങിയ ദൗത്യം ഓപ്പറേഷൻ കാവേരി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കറണ്ട് അഫെയർ, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയ ഭാഗങ്ങളിലെ ഒരുപാട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ തന്നെ തുടർച്ചയായ സ്വാതന്ത്ര്യവും കേരളവും, കേരള അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യ, ചരിത്രം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഇൻക്ലൂഡഡ് ആക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.